വെൽക്കം ടു ആച്ചൂസ് ഈസി കുക്കിംഗ്. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കാമല്ലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോളാണ്. അപ്പോൾ സീ ഫുഡ് ഇഷ്ടമായിട്ടുള്ള എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ചെമ്മീൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തിരിക്കുന്നതാണിത്. പിന്നെ ഒരു സവാള നേരിയതായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളി, അതിൻ്റെ പകുതി എടുത്തിട്ട് ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ പച്ചമുളക് ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും. പിന്നെ ഒരു മുട്ട വേണം. പിന്നെ അടുത്തതായിട്ട് ബ്രെഡ് ക്രംസാണ് വേണ്ടത്. ഇത് ജസ്റ്റ് ഒന്ന് ഗീയിൽ റോസ്റ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ചക്കക്കുരുവാണ്. ഞാൻ ഇവിടെ ഒരു 30 ചക്കക്കുരു ഉപ്പിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. കുക്കറിൽ ഒരു വിസിൽ കേൾപ്പിച്ചെടുത്താണ് കേട്ടോ ഇത്. ഞാനിതിൻ്റെ ബ്ലാക്ക് ഒന്നും കളയുന്നില്ല, കാരണം ബ്ലാക്കിലാണ് ഔഷധ ഗുണങ്ങളൊക്കെ കുറേ ഉള്ളത്. നേരത്തേക്ക് നമ്മൾ കളയുമായിരുന്നു, ഇപ്പോൾ കളയുന്നില്ല. അപ്പോൾ അത് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ അത് റിമൂവ് ചെയ്തോ കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരും, ഇതുപോലെ അടിച്ചെടുക്കണേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ റോൾ ഉണ്ടാക്കുന്നത് മിക്കപ്പോഴും ഉരുളക്കിഴങ്ങൊക്കെ ഉപയോഗിച്ചാൽ, പക്ഷേ ഈ ചെമ്മീൻ്റെയും ചക്കക്കുരുവിൻ്റെയും കോംബോ ഉണ്ടല്ലോ, അത് സൂപ്പറാട്ടോ. അതിന് ടേസ്റ്റ് നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് സവാള കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് ഇളക്കി നമുക്കതൊന്ന് നന്നായിട്ട് സവാള വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും തക്കാളി കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്ത് നമുക്ക് നമ്മുടെ മിക്സ് നന്നായിട്ട് യോജിപ്പിക്കാം. കണ്ടോ, ഇതെല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് ഏകദേശം റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മസാല എല്ലാം യോജിപ്പിച്ചെടുക്കാം. ചെമ്മീനിലോട്ട് മസാലയും എരിവും എല്ലാം നന്നായിട്ട് ഇപ്പോൾ പിടിച്ചു വരും. കണ്ടോ, നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചക്കക്കുരു വേവിക്കുമ്പോഴായാലും ചെമ്മീൻ വേവിക്കുമ്പോഴായാലും ഉപ്പിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചക്കക്കുരും ചെമ്മീനും കൂടിയുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, നമ്മുടെ മിക്സ് എല്ലാം റെഡിയായി. ഇനി ചെറുതായിട്ടൊന്ന് ആറി വരുമ്പോഴത്തേനും നമുക്ക് ഇത് ഓരോ റോളുകളായിട്ട് എടുക്കാം. അപ്പം അതിനായിട്ട് കുറച്ച് ആദ്യം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പിടി പോലെ ഇങ്ങനെ ആക്കണം. കണ്ടോ, ഇനി നമുക്ക് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്ത് നമുക്ക് റോളാക്കി എടുക്കാം. കണ്ടോ, ഇതുപോലെ ആക്കിയെടുക്കണേ. നമ്മളെല്ലാം റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചെമ്മീൻ്റെ റോള് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്യാൻ പാകത്തിന് റെഡിയാക്കി എടുക്കാം. ഇത് 2 കൈ കൊണ്ട് ചെയ്യാനായിട്ട് നോക്കണേ, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ബ്രെഡ് ക്രംസിലോട്ടും മുട്ടയുടെ മിക്സ് ആയിക്കഴിഞ്ഞാൽ ആകെ കൂടെ ഒന്ന് കൊളാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം 2 കൈ കൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ.
ഇതുപോലെ നമുക്ക് എല്ലാം ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കണം. കണ്ടോ? ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇനി അടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മുടെ ചെമ്മീൻ റോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അധികം നേരം ഒന്നും ഇടണ്ട, വേഗം തന്നെ കുക്കാക്കി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോൾസ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്, പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിലാണെങ്കിൽ ചെമ്മീൻ്റെയും പിന്നെ ചക്കക്കുരുവിൻ്റെയും ഒരു അടിപൊളി കോംബോയാണ് ഉള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.